VK ശ്രീകണ്ഠൻ MP റിപ്പോർട്ടർ ടിവിക്ക് ഒപ്പം ചേരുകയാണ്. ശ്രീകണ്ഠൻ MP മിന്നുന്ന ജയമായിരുന്നു പാലക്കാട്. പക്ഷേ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് ചാണ്ടി ഉമ്മൻ ഒരു പദവിയും കൊടുത്തില്ല, ഒരു ചുമതലയും കൊടുത്തില്ല, അതൊരു കറുത്ത പുള്ളിയായി നിലനിൽക്കുകയാണ്. ഒരിക്കലുമില്ല. ചാണ്ടി ഉമ്മൻ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അദ്ദേഹം പ്രചരണ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. നിരവധി പരിപാടിയിൽ, പ്രത്യേകിച്ച് കുടുംബയോഗങ്ങളിൽ എല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചുമതലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഫലമാണ് കണ്ടത് എന്നതും യാഥാർത്ഥ്യമാണ്. സംശയമില്ല. ഞങ്ങൾ പാലക്കാടുകാർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പോലെ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി. ഏകദേശം ഒരു 4-5 മാസത്തോളം എല്ലാവർക്കും ചുമതല ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ MLA-മാർക്ക് 3-4 MLA-മാരാണ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. ബാക്കി പല ആളുകളും അവിടെ വന്നിരുന്നു. അവർ പ്രചരണത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. വരുന്ന എല്ലാവരും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാ പരിപാടിയും പങ്കെടുത്തു. ഇതുപോലെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് ഏറ്റവും താഴെക്കടയിലുള്ള പ്രവർത്തകൻ വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു ഇലക്ഷൻ വേറെ ഉണ്ടായിട്ടില്ല. സത്യമാണ്, അത് ശ്ലാഘനീയമാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിമർശനം വരാനുള്ള സാഹചര്യം എന്തായിരിക്കും? അതെനിക്കറിയില്ല. സംഘടനാപരമായ എന്തെങ്കിലും അഭിപ്രായമായിരിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു എതിരഭിപ്രായം ഇല്ലാതെ UDF-ൽ തന്നെ ഏറ്റവും ഒറ്റക്കെട്ടായി നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഏതായാലും ഇതാണ് പ്രതികരണം. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഈ പറയുന്ന ചാണ്ടി ഉമ്മനെ കൃത്യമായി പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ MP പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചുമതലകൾ വഹിച്ചിരുന്ന VK ശ്രീകണ്ഠൻ MP റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത്.